അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ 1ാം ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. അതിലെ 1ാമത്തെ ചോദ്യം നോക്കൂ. വടി പാമ്പായി മാറുന്ന മൂജിസത്ത്. ഇവിടെ നബിമാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈസാ നബി അലൈഹിസലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹിസലാം. ശരി ഉത്തരം മൂസ അലൈഹിസലാം. 2. മസ്ജിദുൽ ഖുബാ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻസ്: മദീനയിൽ, മക്കയിൽ, ത്വായിഫിൽ. ശരി ഉത്തരം മദീനയിൽ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻസ്: പൊട്ടിച്ചിരിക്കാറില്ല, പുഞ്ചിരിക്കാറില്ല, ചിരിക്കാറില്ല. ശരി ഉത്തരം പൊട്ടിച്ചിരിക്കാറില്ല. 4. നോക്കൂ. ബദറിലെ ശുഹദാക്കൾ. ഓപ്ഷൻസ്: 313, 14, 17. ശരി ഉത്തരം 14. 5. തിന്മകളുടെ മാതാവ്. ഓപ്ഷൻസ്: മദ്യപാനം, വ്യഭിചാരം, പലിശ. ശരി ഉത്തരം മദ്യപാനം. 6. മരുഭൂമി എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ഹയാത്തുൻ, ഖനാത്തുൻ, ഫലാത്തുൻ. ശരി ഉത്തരം ഫലാത്തുൻ. ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 7. പിശുക്കിന്റെ കാരണം. 8. ഇൻതിലാർ എന്നതിന്റെ അർത്ഥം. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവം. 10. കുടുംബ ബന്ധം തകർക്കും. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം. ഇപ്പുറത്ത് നോക്കൂ. എ. മദ്യപാനം, ബി. ദാരിദ്ര്യ ഭയം, സി. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ, ഡി. ധീരത, ഇ. കാത്തിരിക്കൽ. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ആ ലെറ്റർ ആണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ. പിശുക്കിന്റെ കാരണം, അതിന് ശരിയായത് ബി. ദാരിദ്ര്യ ഭയം. 8. ഇൻതിലാർ എന്നതിന്റെ അർത്ഥം, അതിന് ശരിയായത് ഇ. കാത്തിരിക്കൽ. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവം, അതിന് ശരിയായത് ഡി. ധീരത. 10. കുടുംബ ബന്ധം തകർക്കും, അതിന് ശരിയായത് എ. മദ്യപാനം. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം, അതിന് ശരിയായത് സി. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. ബി, ഇ, ഡി, എ, സി. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ നിങ്ങൾ അവിടെ എടുത്ത് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പൂരിപ്പിക്കുക. 12. മരണരോഗത്തിൽ 100 തവണ ഡേഷ് ഓതിയാൽ ഖബറിലെ പ്രയാസം എളുപ്പമാകും. അവിടെ പൂരിപ്പിക്കേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ്. മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖബറിലെ പ്രയാസം എളുപ്പമാകും. 13. ഹിജറ 2ാം വർഷം ഡേഷ് 17-നാണ് ബദർ യുദ്ധം നടന്നത്. അവിടെ പൂരിപ്പിക്കേണ്ടത് റമളാൻ. ഹിജറ 2ാം വർഷം റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഡേഷ് എന്ന അടയാളം ഉണ്ടായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖാതമുൻ നുബുവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് എന്ന അടയാളം ഉണ്ടായിരുന്നു. 15. റിഹ്ലത്തുൻ ഡേഷ്, അതിന്റെ അർത്ഥം ഹാപ്പി ജേണി. അവിടെ പൂരിപ്പിക്കേണ്ടത് സൊയ്ദ. റിഹ്ലത്തുൻ സൊയ്ദ, അതിന്റെ അർത്ഥമാണ് ഹാപ്പി ജേണി. 16. മസ്ജിദുൻ നബവി ഇപ്പോൾ ഡേഷ് സ്ക്വയർ മീറ്റർ വിസ്തീർണമുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 1,00,000. മസ്ജിദുൻ നബവി ഇപ്പോൾ 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുണ്ട്. 17. കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമ ഡേഷ് മുഹസ്സില. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഖൈറൽ ഉനാസ. കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സില. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. 19. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കുടുംബത്തിന് വീതിച്ചു നൽകിയ തോട്ടത്തിന്റെ പേര്? ഉത്തരം ബൈറുഹാവ്. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ ദിവസമേത്? ഉത്തരം തിങ്കളാഴ്ച. 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 10 വർഷം സേവനം ചെയ്ത സ്വഹാബി? ഉത്തരം അനസ് റളിയല്ലാഹു അൻഹു. 22. ബദരീങ്ങളുടെ എണ്ണം എത്ര?
ഉത്തരം 313. 23. മരുന്ന് എന്ന വാക്കിന്റെ അറബി പദം. ഉത്തരം ദവാഉൻ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. എന്ത്? ഉത്തരം നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ജലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം. 25. ചോദ്യം. ഖബറിൽ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കും. ആരെ? ഉത്തരം ഖബറിൽ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മുഅ്മിൻ മറുപടി പറയും. അവർക്കാണ് സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുന്നത്. 26. ചോദ്യം. ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം ബദറിൽ പങ്കെടുത്തവർ അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 27. ചോദ്യം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷമിറങ്ങി. എങ്ങനെ? ഉത്തരം വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിവായിൽ തന്റെ ഷറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടി. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷം ഇറങ്ങി. 28. ചോദ്യം. ഏതാണ് റൗളത്തു ഷരീഫ? ഉത്തരം ഖബറു ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗളത്തു ഷരീഫ. 29. ചോദ്യം. അല്ലാഹു തആല ധനം നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. വിജയിക്കാൻ നാം എന്തു ചെയ്യണം? ഉത്തരം അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. എങ്കിൽ പരീക്ഷണത്തിൽ നാം വിജയിക്കുന്നതാണ്. 30. ചോദ്യം നോക്കൂ. വമുജാലസാത്തു സ്വാലിഹീനൽ ഫുള്ളല. അതിന്റെ സാരം എഴുതുക, അതായത് അർത്ഥം എഴുതുക. ഉത്തരം ബഹുമാനികളായ സജ്ജനങ്ങളോട് കൂട്ടുകൂടുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത പ്രവർത്തനം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. മുഅ്ജിസത്ത്. അതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ നമ്മൾ എഴുതണം. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. അതിന്റെ ഉത്തരം നോക്കൂ. നബിമാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത് അഥവാ അമാനുഷിക സംഭവങ്ങൾ. നബിമാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനാണത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. അക്കാലത്തെ സാഹിര്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തോറ്റുപോയി. ഈസാ നബി അലൈഹിസ്സലാം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു. അന്നത്തെ വൈദ്യന്മാർ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മുട്ടുമടക്കി. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്രാ, മിഅ്റാജ്, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ, അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, ഭക്ഷണം വർദ്ധിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ചിലതാണിവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിന് സമാനമായ ഒരു ചെറിയ സൂറത്ത് പോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഇത്രയാണ് അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. 32. ചോദ്യം നോക്കൂ. ദാനശീലം. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് കാവൽ ലഭിക്കും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. ദാനം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിയോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കാൻ പാടില്ല. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കയ്ക്ക് പ്രതിഫലം കൂടുതലാണ്. പിശുക്ക് ഒരു ദുർഗുണമാണ്. നല്ല കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിനെ അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി, അള്ളാഹു നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, ദാരിദ്ര്യഭയം തുടങ്ങിയവ പിശുക്കിന്റെ കാരണങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുമ്മ അഅ്തി മുൻഫികൻ ഖലഫ, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫ. അല്ലാഹുവേ, ദാനം നൽകുന്നവർക്ക് നീ പകരം നൽകണമേ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം നൽകണമേ എന്ന് നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ ഇത്രയും എഴുതുക.
ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.